पितुर्दिव्यां गतिं राजा विलोक्य जनमेजयः व्यासं मुनिं समभ्यर्च्य परामुदमवापः. പിതുർ പിതാവായ ദിവ്യാം ദിവ്യമായ ഗതിം മോക്ഷത്തെ രാജ രാജാവായ വിലോക്യ അന്യലോകമായ അതായത് ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തിൽ ജനമേജയ ആ ജനമേജയൻ വ്യാസം വ്യാസം എന്ന പേരുള്ള മഹത്തായ മുനി മഹർഷിയിൽ നിന്ന് സമഭ്യർച്ച്യ ആ കാര്യം കേട്ടിട്ട് വളരെയധികം അർച്ചന ചെയ്തു, വളരെയധികം ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്യുകയും പരാം അത് മാത്രവുമല്ല മുദമവാപ അങ്ങനെ കൃതാർത്ഥനാവുകയും ചെയ്തു. പിതുർ ദിവ്യാം ഗതിം രാജ വിലോക്യ ജനമേജയ വ്യാസം മുനിം സമഭ്യർച്ച്യ പരാം മുദമവാപഹ. അതായത് അച്ഛനായ പരീക്ഷിത് മഹാരാജാവിന് തക്ഷകൻ എന്ന പാമ്പിനാൽ കടിയേറ്റ് മരിച്ചു എന്ന ആ ഒരു വേദന, അതായത് പരീക്ഷിത്ത് എന്ന് പറയുന്നത് അഭിമന്യുവിൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ അത് മകനായ ജനമേജയന് ഒട്ടും സഹിക്കാനായില്ല. അപ്പോൾ ഒരു സർപ്പയാഗം പോലെ എല്ലാ സർപ്പത്തെയും അങ്ങനെ കൊല്ലുവാൻ വേണ്ടി ഒരു കാര്യത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ആ രാജാവിനെ നിർത്തുകയും അങ്ങനെ വ്യാസമുനിയിൽ നിന്ന് ആ ജനമേജയൻ പരീക്ഷിത്ത് സർപ്പത്തിൻ്റെ ആ കടിയേറ്റെങ്കിലും, സാധാരണ സർപ്പം കൊണ്ട് ഒരാൾ കടിയേറ്റ് മരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കുകയില്ല, അവർക്ക് മോക്ഷം ലഭിക്കുകയില്ല. എന്നാൽ ആ വ്യാസമുനിയുടെ വായിൽ നിന്നും പരീക്ഷത്തിന് സ്വർഗം ലഭിച്ചു, അതായത് പരമപദം ലഭിച്ചു എന്ന് കേട്ടപ്പോൾ ജനമേജയൻ അത്യന്തം സന്തോഷിക്കുകയും വ്യാസമുനിയെ പൂജിച്ചുകൊണ്ട് അത്യന്തം കൃതാർത്ഥനായി മാറുകയും ചെയ്തു. പിതുർദിവ്യാം ഗതിം രാജ വിലോക്യ ജനമേജയഃ വ്യാസം മുനിം സമഭ്യർച്ച്യ പരാമുദമവാപഃ. താങ്ക് യു.